നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ വയോജന സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മന്ദഹാസം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ചു. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം പിന്നിട്ടു. നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലം പഞ്ചായത്തിൽ വയോജന സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മന്ദഹാസം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 23 അംഗനവാടികളുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നല്ല രീതിയിൽ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാം. നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് ആസ്വദിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള പ്രോഗ്രാമുകൾക്ക് അറിയാം, വളരെ നല്ല രീതിയിൽ നല്ല എനർജറ്റിക്കായിട്ടാണ് നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത്. പിന്നെ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടും അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരൊക്കെ പാട്ടുപാടാനും കുറേ പ്രോഗ്രാമുകളിലൊക്കെ വന്നിട്ട് പേര് കൊടുത്തിട്ടില്ലെങ്കിലും അവസാനമായപ്പോഴേക്കും എല്ലാവർക്കും ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും പരിപാടികൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു നിങ്ങളുടെ കൂടെ വയോജനങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൂർ പ്രോഗ്രാം ചെയ്യണമെന്നൊരു ആഗ്രഹം. പക്ഷേ ചില സാങ്കേതിക കാരണത്താലാണ് ഇപ്പോഴും നടന്നിട്ടില്ല. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ എല്ലാ അമ്മമാരും അപ്പച്ചന്മാരൊക്കെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഓടി നടന്ന് പണികളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊതുവെ പറയുന്നത് നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നൊരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് പറയുക. പക്ഷെ നമ്മളെ വീണ്ടും നിങ്ങൾ ഈ യുവത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിർത്തി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അംഗനവാടികൾ തലത്തിലെ വയോജന ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ട് അവിടെ നിങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. വയോജന കൂട്ടായ്മ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അംഗനവാടി തലത്തില് അവിടെ നിങ്ങൾ അതിൻ്റെ ഒരു പാട്ടും പരസ്പരം ഈ നമ്മൾ പറയുന്ന പോലെ പരസ്പര സഹകരണ മനോഭാവവും പരസ്പരം പങ്കുവയ്ക്കലൊക്കെ ഒരു അവസരങ്ങൾ നമുക്ക്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പ്രമോദ്, ജെയിംസ് മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, പി കെ ലിജീവ്, കെ കെ മണി, സിബി സുരേഷ്, അനിത പ്രസന്നൻ, കെ ബി സുനിൽ, സ്മിനു മുകേഷ്, ICDS സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, JHIമാരായ ഊർമിള, ഉണ്ണി, നിമ എന്നിവർ ക്ലാസ് എടുത്തു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ചു. കഴിഞ്ഞ ഒരു വർഷം ചൊവ്വൂരും പരിസരങ്ങളിലുമായി നേത്രദാനം നടത്തിയ 17 വ്യക്തികളുടെ കുടുംബങ്ങളെയാണ് ആദരിച്ചത്. ചെവൂർ UP സ്കൂളിൽ നടന്ന ചടങ്ങ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് സോജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വൂർ പള്ളി വികാരി ഫാദർ ജോൺസൺ കുണ്ടുകുളം, പഞ്ചായത്ത് മെമ്പർ വനജ, ഹോളി ഫാമിലി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാൻസി ജോർജ്, കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ആൻഡു പെരുമ്പിള്ളി, ഷാജി ജോയ്, ജോജു ആലപ്പാട്ട് എന്നിവർ നേത്രദാതാക്കളെ ആദരിച്ചു. ജോൺ ആലപ്പാടൻ, ട്രഷറർ ജോസ് മാറോക്കി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 29 നേത്രദാനത്തിലൂടെ 60 കുടുംബങ്ങൾക്ക് വെളിച്ചമാകാൻ സാധിച്ചതായി സംഘാടകർ പറഞ്ഞു. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം പിന്നിട്ടു. നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ജനകീയ വികസന സമിതി കൺവീനർ ശൈലേഷ് കുമാർ വള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ മുൻകാല നാടക പ്രവർത്തകരെയും ഫുട്ബോളിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച MA
അദ്വൈത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. സുധീഷ് ശിവശങ്കരൻ, VR ബാബു, പഞ്ചായത്ത് മെമ്പർ KA പ്രദീപ്, അവണിശ്ശേരി സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജീന മോൾ, പെരിഞ്ചേരി UP സ്കൂൾ പ്രധാനാധ്യാപിക ശൈലജ ടീച്ചർ, ബേബി ചിറ്റരപ്പിള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അങ്കമാലി മല്ലൂർ ആപ്പ് മ്യൂസിക് സോമസുന്ദരൻ ടീമിന്റെ ഗാനമേളയും മുല്ലനേഴി അഖില കേരള നാടക മത്സരത്തിൽ കൊടുങ്ങല്ലൂർ രാരം തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ വല്ലച്ചിറ ഹോളി ഫാമിലി സ്പെഷ്യൽ സ്കൂളിന് നേട്ടം. സ്കൂളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത 11 വിദ്യാർത്ഥികളും സമ്മാന അർഹരായി. വിജയികളെ സ്കൂൾ അധികൃതർ സ്വീകരിച്ചു. ജൂനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ ജിഷ്ണു T രവി, വിസ്മയ MS എന്നിവർ 1-ാം സ്ഥാനവും അനന്തകൃഷ്ണൻ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. സീനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ KR അനീഷ് 1-ാം സ്ഥാനവും ഉണ്ണികൃഷ്ണൻ, മഹേഷ് എന്നിവർ 2-ാം സ്ഥാനവും ദയാനന്ദൻ 3-ാം സ്ഥാനവും നേടി. നൈസി ജോസ്, VS മിഥുൻ എന്നിവർ 6th ഗ്രേഡും കരസ്ഥമാക്കി. ലോവർ എബിലിറ്റി വിഭാഗത്തിൽ 50 മീറ്റർ നടത്ത മത്സരത്തിലും ക്രിക്കറ്റ് ബോൾ ത്രോ മത്സരത്തിലും PB വൈശാഖ് 2-ാം സ്ഥാനവും ക്രിക്കറ്റ് ബോൾ ത്രോ മത്സരത്തിൽ അഞ്ജലി കോബി 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ട് മത്സരത്തിൽ അനന്തകൃഷ്ണന് 1-ാം സ്ഥാനവും ജിഷ്ണു T രവി, വിസ്മയ MS എന്നിവർ 3-ാം സ്ഥാനവും നേടി. നൈസി ജോസ് 5th ഗ്രേഡും സീനിയർ വിഭാഗം ഷോട്ട്പുട്ട് മത്സരത്തിൽ VS മിഥുൻ 1-ാം സ്ഥാനവും ഉണ്ണികൃഷ്ണൻ 2-ാം സ്ഥാനവും മഹേഷ് 3-ാം സ്ഥാനവും KM ദയാനന്ദൻ, അനീഷ KR എന്നിവർ 4th ഗ്രേഡും കരസ്ഥമാക്കി. ജില്ലാതല അടിസ്ഥാനത്തിൽ നടന്ന റിലേയിൽ സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ പങ്കെടുക്കുകയും 6th ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. വിജയികളായവരെ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, സ്കൂൾ HM സിസ്റ്റർ ഗ്രേസ് മരിയ, സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രീസ കാവുങ്കൽ, PTA പ്രസിഡന്റ് ജോസ് L താണിക്കൽ, MPTA പ്രസിഡന്റ് സിനി സുധീർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സദ്ഗുരു ത്യാഗരാജ പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെ ദേവസ്ഥാനോത്സവത്തിലെ 12ാമത് ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് കൊടിയിറങ്ങി. നവംബർ 30 മുതൽ ആരംഭിച്ച പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന 12ാമത് ശ്രീ ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിനും സമാപനമായി. 12ാമത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീതാരാധനയുടെ സമ്പൂർണ്ണോത്സവം ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ സദ്ഗുരു ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപന അവതരണത്തോടെ സമാപനം കുറിച്ചു. ശ്രീ ഗണപതിനി സേവീം പരാറെ എന്നു തുടങ്ങുന്ന സൗരാഷ്ട്ര രാഗ ഗണപതി കീർത്തനത്തിൽ ആരംഭിച്ച പഞ്ചരത്ന കീർത്തനങ്ങൾ ക്രമമായി നാട്ട, ഗൗള, ആരബി, വരാളി, ശ്രീ മുതലായ രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ശ്രീരാമനെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ് ദേവസ്ഥാന സംഗീത മണ്ഡപത്തിൽ 50-ൽ പരം സംഗീത കലാകാരന്മാർ അവതരിപ്പിച്ചത്. ചാഴൂരിൽ 26 മുതൽ നടന്നുവരുന്ന അഖില കേരള നാടകോത്സവത്തിൽ അരങ്ങേറിയ നാടകങ്ങളെല്ലാം ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഞായറാഴ്ച മിന്നുന്നതെല്ലാം എന്ന സോളോ നാടകം മനുഷ്യ മനസ്സിന്റെ വിഹ്വലതകളിലേക്കും ഉന്മാദങ്ങളിലേക്കുമുള്ള എത്തിനോട്ടമായി. കാഴ്ചക്കാരും കഥാപാത്രങ്ങളാകുന്ന നാടകം എല്ലാവർക്കും പുതിയ അനുഭവമായി. രണ്ടാമതായി മഹേഷ് ദത്താനിയുടെ എ മഗ്ഗി നൈറ്റ് ഇൻ മുംബൈയുടെ മലയാള ആവിഷ്കാരമായിരുന്നു. TV ബാലകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച നാടകം ഫയർ തിയേറ്റർ ഫാമിലി തൃശൂരാണ് അവതരിപ്പിച്ചത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തേക്ക് വന്നു. ഇടനാഴിലൂടെ അച്ഛൻ്റെ പിന്നാലെ ഞാൻ നടന്നു. അച്ഛൻ ഹോസ്പിറ്റലിന്റെ ഇടനാഴി പിന്നിട്ട് പുറത്തേക്ക് നടന്നു. പിന്നാലെ ഞാനും നടന്നു. അച്ഛൻ റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പിന്നാലെ ഞാനും നടന്നു. ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വന്നു. അച്ഛൻ കൈ കാണിച്ചു, ഞാനും കൈ കാണിച്ചു. ബസ് നിന്നു. അച്ഛൻ കയറി ഇരുന്നു. പിന്നാലെ ഞാനും കയറി ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി. അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നാലെ ഞാനും ഇറങ്ങി. പിന്നെ അച്ഛൻ വീട്ടിലേക്ക് നടന്നു. ഒപ്പം തന്നെ പിന്നാലെ ഞാനും നടന്നു. ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛൻ കഥകൾ തുറന്ന് ഉള്ളിൽ കയറി. പിന്നാലെ ഞാനും കയറി. അച്ഛൻ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അച്ഛൻ്റെ മുറിയിലേക്ക് പോയി. പിന്നാലെ ഞാനും പോയി. അച്ഛൻ മുറി കയറി കഥ കടച്ചു. ഞാൻ പുറത്ത്.
എനിക്ക് എവിടെയും പോവാനില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കും. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. നിരവധി ജീവനുകൾ പൊലിഞ്ഞ അപകട മേഖലയിലാണ് വാഹന അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവറുടെ നില സാരമാണെന്നാണ് വിവരം. മാള സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുജിത്ത്, യാത്രക്കാരൻ ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സുജിത്തിന്റെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക ആഘോഷങ്ങളും 1 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പടങ്ങളും ഉൾപ്പെടുത്തി പുറത്തിറക്കുന്ന 2025 കലണ്ടർ പ്രകാശനം ചെയ്തു. ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, കഴിമ്പ്രം കീർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ജോഷി കോഴിപ്പറമ്പിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി വർക്കർ KB അഞ്ജു, രേണുക റിജു എന്നിവർ സംസാരിച്ചു. മെമ്പറായിട്ടുള്ള ശ്രീ ആൻഡോ തുറയൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അദ്ദേഹം മെമ്പറായതിനു ശേഷം എല്ലാ വർഷവും ചെയ്തു വരുന്നൊരു കാര്യമാണ് ഇവിടെ ഒരു കലണ്ടർ അടിച്ച് പ്രകാശനം ചെയ്യുന്നത്. ഈ കലണ്ടറിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാദേശികമായിട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുപോലെ നമുക്ക് നിത്യം കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനായിട്ട് വിശദമായിട്ടുള്ളൊരു കലണ്ടർ കൊടുത്തു തരുന്നുണ്ട്. അത് ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് കാണുന്നത്. ആൻഡോ തുറയൻ്റെ പ്രവർത്തനങ്ങൾ ഈ 5-ാം വാർഡിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ആൻഡോ തുറയൻ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ തരുന്നതോടൊപ്പം പുത്തൂർ മാന്നാമംഗലം കിട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ, ലക്ഷങ്ങളുടെ നഷ്ടം. പുത്തൂർ കാഞ്ഞൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ്വൻ കമ്പനിയിലാണ് അഗ്നിബാധ ഉണ്ടായത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് 1.5 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ടയർ കമ്പനിയിലെ പിൻവശത്തെ ചുമർ പൊളിച്ചാണ് അഗ്നിശമന സേന അകത്തു കടന്നത്. കമ്പനിക്കകത്തുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി. ടയറിന്റെ റീസോളിംഗ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിച്ചിരുന്നു. അഗ്നിബാധയുണ്ടായ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്നാണ് ഉടമ വിവരമറിഞ്ഞത്. ഫയർഫോഴ്സ് തൃശൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒല്ലൂർ ACP സുധീരന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതിരപ്പള്ളിയിൽ വീണ്ടും കബാലി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കബാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത്. ഷോളയാർ പവർ ഹൌസിനും വാൽവ് ഹൌസിനും ഇടയിൽ ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു ഒറ്റയാന്റെ വഴിതടയൽ. കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പന മറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്രാ ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത്. എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കബാലിക്ക് മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്നെടുത്തുപോയതിനാൽ അപകടമൊഴിവായി. തുടർന്ന് ബസ്സിനു നേരെ ആന പാഞ്ഞു വന്നെങ്കിലും പിന്തിരിഞ്ഞു പോവുകയായിരുന്നു.
ഓക്കെ ഇനി പോട്ടോ. മതിലേ കണ്ടില്ലേ മതില്. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ് റോഡിൽ നിന്ന് കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കബാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനംവകുപ്പും ഒരുപോലെ ആശങ്കയിലാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ വയോജന സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മന്ദഹാസം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ചു. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം പിന്നിട്ടു. നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.